വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ വസ്ന സുബർ. ഇന്ന് ഞാൻ കോഫി പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഈ ഒരു പുഡിങ്ങിൽ ചൈന ഗ്രാസോ അല്ലെങ്കിൽ ജലാറ്റിനോ കോൺഫ്ലോറോ ഒന്നും അല്ല കേട്ടോ ചേർത്തിട്ടുള്ളത്. അഗർ അഗർ പൗഡർ വെച്ചിട്ടാണ് ഈ ഒരു പുഡിങ് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. അപ്പം ഇതാണ് അഗർ അഗർ പൗഡർ. അപ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് അഗർ അഗർ പൗഡറിൻ്റെ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, എത്രയാണ് ചേർക്കേണ്ടതെന്നൊക്കെ ഉള്ളത് അതിനെ പറ്റിയൊക്കെ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. കണ്ടു നോക്കുക. നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഈ ഒരു പുഡിങ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു പുഡിങ് കോഫി ജെല്ലിയും കൂടി ചേർത്തിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം ഈ ഒരു പുഡിങ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആദ്യം തന്നെ 2 കപ്പ് നോർമൽ വാട്ടർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇതിലേക്കുള്ള ജെല്ലിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇവിടെ 1 ടീസ്പൂണ് കോഫി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ബ്രൂവിൻ്റെ കോഫി പൗഡറാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഞാൻ അഗർ ഇതിൽ ചേർത്തതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ ചൈന ഗ്രാസിന് പകരം ചേർക്കുന്നതാണ് കേട്ടോ ഈ ഒരു അഗർ. ചൈന ഗ്രാസ് നമ്മൾ ഈ ഒരു പുഡിങ്ങിലേക്ക് ചേർക്കുമ്പോൾ അതിനെ ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമ്മളൊരു 10-15 മിനിറ്റോളം വെക്കാറുണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു പൗഡർ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ഈ ഒരു പാക്കറ്റിൽ 10 ഗ്രാമാണ് ഉള്ളത്. അതിൻ്റെ റേറ്റ് 46 രൂപയോളാണ് കേട്ടോ വരുന്നത്. അപ്പോൾ നമ്മൾ ചൈന ഗ്രാസ് വെച്ച് ഉണ്ടാക്കിയെടുക്കുന്നതിനെക്കാട്ടും കുറച്ചും കൂടി എളുപ്പമാണ് കേട്ടോ ഈ ഒരു അഗർ അഗർ പൗഡർ വെച്ചിട്ട് ഉണ്ടാക്കുന്നത്. നമുക്ക് നേരിട്ട് തന്നെ പുഡിങ് ഉണ്ടാക്കുന്ന മിൽക്കിലേക്കോ അല്ലെങ്കിൽ ഇതുപോലെ ജെല്ലി ഉണ്ടാക്കുന്നതിലേക്കോ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഈ ഒരു 2 കപ്പ് നോർമൽ വാട്ടറിലേക്ക് 1 ടീസ്പൂണ് അഗർ അഗർ പൗഡറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ചൈന ഗ്രാസ് പോലെ ഈ ഒരു അഗർ അഗർ പൗഡർ നമ്മൾ കുതിർത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഞാനിത് സ്റ്റൗ ടോപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. തിളച്ചതിന് ശേഷം നമ്മൾ ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യുന്നത് വെച്ചാൽ അതിലേക്ക് ഒഴിച്ച് വെച്ച് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 1/2 കപ്പിലും കുറച്ച് പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 1/4 കപ്പും കുറച്ചും കൂടെ. എന്നിട്ട് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോഴത്തേക്ക് ഇതിലുള്ള ഒരു പഞ്ചസാരയും അഗർ അഗർ പൗഡറും കോഫി പൗഡറും ഒക്കെ മെൽറ്റ് ആയിക്കോളും. ഇപ്പോൾ ഏകദേശം ഒന്ന് തിളച്ച് വരുന്നുണ്ട്. തിളച്ചതിന് ശേഷം നമ്മളിത് സെറ്റ് ചെയ്യുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും മതി. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യുക. അതിന് ശേഷം നമുക്ക് ഒന്ന് കുറച്ചൊന്ന് ചൂടാറിയാൽ മതി. ആ ഒരു സമയത്ത് സെർവിങ് ബൗളിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലാണ് സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പം ചൂട് കുറച്ചൊന്ന് കുറഞ്ഞതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മുഴുവനായിട്ട് റൂം ടെമ്പറേച്ചറിലായതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഏകദേശം ഒരു അരമണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് സെറ്റാക്കി എടുത്തതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു കോഫി പുഡിങ്ങിലേക്ക് ഈ ജെല്ലി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു കോഫി ജെല്ലി റൂം ടെമ്പറേച്ചറിൽ ആയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഏകദേശം ഒരു അരമണിക്കൂറോളം വെച്ചിട്ട് സെറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷമാണ് ഈ ഒരു കോഫി പുഡിങ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം ഈ ഒരു പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് 2 കപ്പ് ഫുൾ ഫാറ്റ് മിൽക്കാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കട്ടി പാലന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അങ്ങനെ ആവുന്ന സമയത്താണ് നമ്മൾ പുഡിങ്ങിന് കുറച്ചും കൂടിയും ടേസ്റ്റ് കൂടുതലായിട്ട് ഉണ്ടാവുക കേട്ടോ. ഇനി ഞാനിവിടെ ഷുഗറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. മിൽക്ക് മെയ്ഡ് ചേർക്കുന്നില്ല. 1/2 കപ്പ് ഷുഗറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 1/2 ടീസ്പൂണ് കോഫി പൗഡറും 1 ടീസ്പൂൺ തന്നെ അഗർ അഗർ പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം കുറേ പേര് എൻ്റെ അടുത്ത് ഷുഗർ വെച്ചിട്ട് പുഡിങ് ചെയ്യാൻ പറ്റില്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഞാൻ പുഡിങ് ഉണ്ടാക്കുന്ന സമയത്ത് അധികവും മിൽക്ക് മെയ്ഡ് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ചെയ്യാറുള്ളത്. പക്ഷെ നമ്മൾ പുറത്തേക്ക് സെയിലൊക്കെ ചെയ്യുന്ന സമയത്ത് പകുതി മിൽക്ക് മെയ്ഡും പകുതി ഷുഗറും കൂടി ചേർത്തിട്ടാണ് ഉണ്ടാക്കാറുള്ളത് കേട്ടോ. അപ്പം ഷുഗർ ചേർത്തിട്ട് നമുക്ക് പുഡിങ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. പക്ഷേ ആ ഒരു മിൽക്ക് മെയ്ഡ് ചേർത്തിട്ട് ഉണ്ടാക്കുന്ന സമയത്ത് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ പുഡിങ്ങിന്. അപ്പോൾ ചെറിയൊരു വ്യത്യാസം വരുന്നേ ഉള്ളൂ. എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം സ്റ്റൗ ടോപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഒന്ന് നമുക്ക് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. അതിന് ശേഷം നമുക്ക് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ചൈന ഗ്രാസ് ചേർത്ത് കൊടുക്കുന്ന പുഡിങ് ഞാൻ തിളപ്പിച്ചെടുക്കാറില്ല കേട്ടോ.
അപ്പോൾ നമ്മൾ ഈ ഒരു അഗർ ചേർത്തുണ്ടാക്കുന്ന പുഡിങ്ങും തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ഞാനിത് തിളപ്പിച്ചിട്ടാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഏതൊരു പുഡിങ്ങും തിളക്കുന്ന സമയത്ത് പിരിഞ്ഞു പോകാൻ വേണ്ടി ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇതൊന്ന് തിളപ്പിച്ചെടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിതിലേക്ക് അഗർ പൗഡർ നേരിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മൾ കുതിർത്ത് വെച്ചിട്ടൊന്നും അല്ല കേട്ടോ ചേർത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ചെറിയ ചെറിയ തരികളുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് മെൽറ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അതൊന്ന് തിളപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ പുഡിങ് തിളപ്പിച്ചെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം, ഫ്ലെയിം കുറച്ച് തന്നെ ഇടുക. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതൊന്ന് മിക്സൊക്കെ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ജെല്ലി കോഫി പുഡിങ് ഉണ്ടാക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ജെല്ലി ഉണ്ടാക്കിയിട്ട് സെറ്റാക്കി വെക്കണം കേട്ടോ. ഏകദേശം ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് സെറ്റ് ആയിക്കോളും. അതിന് ശേഷം വേണം നമ്മൾ ഈ ഒരു പുഡിങ്ങിൻ്റെ ഈ ഒരു മിക്സ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പുഡിങ് തിളച്ച സമയത്ത് ഞാൻ ആ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ സെറ്റായിട്ടുള്ള ഈ ഒരു ജെല്ലി ഉണ്ടല്ലോ അത് ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ജെല്ലി കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ചെറിയതാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. അപ്പോഴാണ് ആ ഒരു പുഡിങ് കാണാനും ഭംഗി ഉണ്ടാവുള്ളൂ, അതുപോലെ തന്നെ കഴിക്കാനും ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചെറിയ ചെറിയ പീസസ് ആക്കി എടുത്തതിന് ശേഷം നമ്മൾ ഏത് ബൗളിലാണോ സെറ്റ് ചെയ്തെടുക്കുന്നതെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ആദ്യം തന്നെ ഈ ഒരു ജെല്ലിയാണ് കേട്ടോ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ അതാ നിങ്ങൾ കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ജെല്ലി റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഫ്ലേവറിലുള്ള ജെല്ലി വേണമെങ്കിലും ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇളനീരിൻ്റെ ജെല്ലിയും അതുപോലെ തന്നെ നമ്മൾ എസൻസ് വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരുപാട് ഫ്ലേവറിലുള്ള ജെല്ലികളുണ്ടല്ലോ അതൊക്കെ ഈ ഒരു രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാ ചെറിയ ചെറിയ പീസസ് ആക്കി ഞാൻ കുറച്ച് ചെയ്ത സമയത്ത് കുറച്ചൊന്ന് വലുതായിട്ടുണ്ട്. ഇതിനെക്കാട്ട് കുറച്ചും കൂടി ഒന്ന് ചെറുതാക്കിയിട്ട് എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും കേട്ടോ. ഇനി ഞാൻ സെറ്റ് ചെയ്യുന്ന പാത്രത്തിലേക്ക് ഈ ഒരു ജെല്ലി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യത്തെ ലെയറായിട്ട് ഈ ഒരു ജെല്ലിയാണ് കേട്ടോ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പം ഞാനിതാ ഈ ഒരു പാത്രത്തിലാണ് സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പം ആദ്യം തന്നെ ഇതിലേക്ക് ഞാൻ ഈ ജെല്ലിയാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. അപ്പം നമ്മൾ ഈ ഒരു പാത്രത്തിലേക്ക് ജെല്ലി സെറ്റ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് എല്ലാ ഭാഗത്തും ഒരുപോലെ വരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അല്ലെങ്കിൽ ഇത് സെറ്റായി വരുന്ന സമയത്ത് ചില ഭാഗത്ത് ഈ ജെല്ലി കുറവാണെങ്കിൽ നമ്മൾ ഈ ഒരു പുഡിങ് പൊട്ടിപ്പോകാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മളിത് ഇട്ട് കൊടുക്കുന്ന സമയത്ത് എല്ലാ ഭാഗത്തും ഒരുപോലെ തന്നെ വരാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇനിയിപ്പോൾ ദാ ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു പുഡിങ് മിക്സ് ഉണ്ടല്ലോ അത് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിത് വീഡിയോ എടുത്ത സമയത്ത് സ്കിപ്പായി പോയതാണ് കേട്ടോ. അപ്പോൾ ദാ ആ ഒരു പുഡിങ് ഉണ്ടല്ലോ അത് കുറച്ചൊന്ന് തണുത്തതിന് ശേഷം വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടോ. നമ്മൾ ആ ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ ജെല്ലി വീണ്ടും മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് നമ്മൾ പുഡിങ് ഉണ്ടാക്കിയിട്ട് അതൊന്ന് കുറച്ചൊന്ന് അതിൻ്റെ ചൂടൊന്ന് കുറഞ്ഞതിന് ശേഷം മാത്രം ഇതിലേക്ക് കുറച്ചായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് മിക്സാക്കി കൊടുക്കുക. അതിന് ശേഷം ഏകദേശം എപ്പോഴും പറയുന്ന പോലെ തന്നെ പുഡിങ് 3 മണിക്കൂറോളം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ. അല്ലെങ്കിൽ തലേ ദിവസം ഉണ്ടാക്കി വെക്കുക. അപ്പം ഞാനിത് തലേ ദിവസമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിറ്റേ ദിവസം ഇതാ നല്ലവണ്ണം സെറ്റായി വന്നിട്ടുണ്ട്. അതിനെ ഒരു പാത്രത്തിലേക്ക് ഡിമോൾഡ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പം ചിലത് നമുക്കിതൊന്ന് സൈഡ് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഒരു നൈഫ് വെച്ചിട്ട് ഒന്ന് വിടിവിച്ച് കൊടുക്കുക കേട്ടോ. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. നൈഫൊക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഉള്ളിൽ കട്ടായി പോകാൻ വേണ്ടി ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. നോൺ സ്റ്റിക്കിൻ്റെ സെറ്റ് ചെയ്യുന്ന പാത്രമൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് വിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അതാ ഞാനിതിനൊന്ന് ഡിമോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. നൈഫ് വെച്ചിട്ട് നിങ്ങൾക്ക് അതങ്ങനെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടാണെങ്കിൽ ഈ ഒരു പാത്രം ഉണ്ടല്ലോ അതിനെ ഒന്ന് കുറച്ചൊരു ചെറിയൊരു ചൂടുവെള്ളത്തിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുത്തിട്ട് ഡിമോൾഡ് ചെയ്ത് എടുത്താൽ മതി കേട്ടോ. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് പുഡിങ് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ്ങാണ്. ഇനി നമ്മളിതിലേക്ക് ഷുഗറാണ് ചേർത്തിട്ടുള്ളത്. മിൽക്ക് മെയ്ഡും കൂടിയാണ് ചേർക്കുന്നതെങ്കിൽ കുറച്ചും കൂടിയും ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ മിൽക്ക് മെയ്ഡ് തന്നെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഷുഗർ വെച്ചിട്ട് ചെയ്തുകൂടെ എന്ന് ചോദിക്കുന്നവർക്കാണ് കേട്ടോ ഷുഗർ വെച്ചിട്ട് ചെയ്തിട്ടുള്ളത്.
അപ്പോൾ ഇതാ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക്. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഞാൻ പറഞ്ഞില്ലേ, ചൈന ഗ്രാസ് ഒക്കെ ആകുമ്പോൾ നമ്മൾ 10-15 മിനിറ്റ് നേരം ഒന്ന് കുതിർത്ത് വെക്കണം. അതുപോലെ തന്നെ അതിലേക്ക് കുറച്ചും കൂടിയും വാട്ടറൊക്കെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഇത് നമുക്ക് നേരിട്ട് തന്നെ ആ ഒരു മിൽക്കിലേക്ക് ഒക്കെ ഈ ഒരു അഗർ അഗർ പൗഡർ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടിയും ടേസ്റ്റ് കൂടുതലായിരിക്കും കേട്ടോ. അപ്പം അഗർ അഗർ പൗഡർ വെച്ചിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു കണക്കിൽ ചെയ്യുക കേട്ടോ. പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. നിങ്ങൾക്ക് ഇതിൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അപ്പം 2 കപ്പ് വെള്ളത്തിലേക്ക് 1 ടീസ്പൂണ് അല്ലെങ്കിൽ 1/2 ടേബിൾ സ്പൂണ് അഗർ അഗർ പൗഡർ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയുള്ള എൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.